ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ സിയെ വിളിച്ച് എന്തായി കേസിൻ്റെ അന്വേഷണമെന്ന് അന്വേഷിച്ചു. രാധികയെ അപായപ്പെടുത്താനായി ശ്രമിച്ച ആ കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശ്യാമയോട് പറഞ്ഞു, മേഡം, ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കൊലയാളിയെക്കുറിച്ച് അവിടെ നിന്ന് കിട്ടിയ CCTV ഫോട്ടേജിൽ അയാൾ ആരാണെന്ന് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് എന്ന് അറിയിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു, ഇതിനു മുൻപും അവർ ആ ഹോട്ടലിൽ താമസിച്ചപ്പോഴും അവിടെ വെച്ച് രാധികമ്മൾക്കെതിരെ ഉണ്ടായ അറ്റാക്കിൽ അന്നും ഇതുപോലെ തന്നെ CCTV ഫോട്ടേജ് കണ്ടിരുന്നല്ലോ. അതിലും ആളെ വ്യക്തമായി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ അതിൽ നിന്ന് മറ്റൊരു നീക്കം സംഭവിച്ചിട്ടുണ്ട് മേഡം. ഞങ്ങൾക്ക് അന്ന് രാധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ കൊലയാളിക്കൊപ്പം വന്ന ഒരു കൂട്ടുപ്രതിയെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അയാളെ CCTV ഫോട്ടോസിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അയാൾ പോലീസ് പിടിയിലാവും. അയാളിലൂടെ ആരാണ് ആ കൊലയാളി എന്നുള്ള സത്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് അദ്ദേഹം അറിയിച്ചു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അത് വേണം സർ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മേഡം. സ്വന്തം ഐഡന്റിറ്റി മകൾക്ക് മുന്നിൽ വെളിപ്പെടുത്താത്ത ഒരു അമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേഡം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഉടനെ തന്നെ ഞങ്ങൾ അവരെ പിടികൂടിയിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നതോടെ, ശരി ഇനി മേഡം വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് മേഡത്തെ ഞാൻ ഇൻഫോം ചെയ്തോളാം എന്നറിയിച്ചു. അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം അമൃത കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ തന്നോട് ACP പറഞ്ഞിരിക്കുന്നത്, ശരിക്കും ഈ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് വരുണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളാണോ, അല്ലെങ്കിൽ വരുണിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആണോ, അതല്ല എങ്കിൽ ശ്യാമ മേഡത്തിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. എന്തായാലും ഇതിൽ ആരായിരിക്കും എൻ്റെ മോളുടെ ജീവൻ എടുക്കാൻ നടക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പോലീസിന് പോലും സാധിച്ചിട്ടില്ല എന്നറിയിച്ചപ്പോൾ അത് കേട്ട അമൃതടുത്തി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ശ്യാമ, ഇക്കാര്യത്തിൽ ഒരു കാര്യം തീർച്ചയാ, മുമ്പായിരുന്നെങ്കിൽ നമുക്ക് മുന്നിൽ ഐശ്വര്യ ഉണ്ടായിരുന്നു. ശ്യാമയോട് എതിർപ്പ് കാട്ടി നടക്കുന്ന ശ്യാമയ്ക്ക് എതിരെ ശ്യാമയെ വേദനിപ്പിക്കാൻ വേണ്ടി ശ്യാമയുടെ മോളെ തന്നെ കരുവാക്കിയിരിക്കുന്നത് അന്ന് ഐശ്വര്യയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഐശ്വര്യയല്ല, മറ്റാരോ ആണ്. അതാരാണെന്ന് കണ്ടെത്താൻ നമുക്ക് പ്രയാസവുമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു, എന്തായാലും മോളും എന്നെപ്പോലെ തന്നെയാണ്, കണ്ടില്ലേ, അവൾക്കും സംഭവിച്ചിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. മനസ്സിൽ എത്ര സന്തോഷം വന്ന് നിറഞ്ഞാലും അത് ആസ്വദിക്കാനോ ആ സന്തോഷത്തെ ഉൾക്കൊള്ളാനോ കഴിയാത്തൊരവസ്ഥ അന്ന് ഞാനും അനുഭവിച്ച ഇതേ അവസ്ഥ തന്നെയല്ലായിരുന്നോ? ഭഗവാൻ എന്നെയും തീ തീറ്റിച്ചത് ഇങ്ങനെയായിരുന്നില്ലേ? എൻ്റെ അഖിൽ സാറിൻ്റെ മരണം എൻ്റെ മുന്നിൽ വെച്ച് സംഭവിച്ചത് അതോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃതെടുത്തി പറഞ്ഞു, ശ്യാമ, അങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ടതില്ല. ഇപ്പോൾ എന്തിനും ഏതിനും ജീവൻ കൊടുത്ത് കൂടെ നിൽക്കാൻ വരുന്നുണ്ടല്ലോ രാധിക മോൾക്ക്. പിന്നെ അതോർത്ത് എന്തിനാണ് ശ്യാമ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് അമൃതയെടുത്ത് ശ്യാമയെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് കണിമംഗലത്ത് പ്രിയങ്കയ്ക്ക് മഞ്ഞൾ പുരട്ടുന്നതിന് വേണ്ടി മഞ്ഞൾ ചടങ്ങ് നടത്താനായിട്ടുള്ള ശ്രമം സുകുമാരി അമ്മ നടത്തുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഹാളിൽ കൊണ്ടുവന്ന് ഒരു പീഠത്തിൽ ഇരുത്തുകയാണ് പ്രിയങ്കയെ. എന്നിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഈ മഞ്ഞൾ അതിൻ്റെ ദേഹത്തൊക്കെ തേച്ച് തരാം. ഇതേ ഒരു ചടങ്ങാണ്, ഇതിവിടെ ഉള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തണം, അതിനു വേണ്ടിയാ, മര്യാദയ്ക്ക് ഇരിക്കെന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിലും മുഖത്തുമൊക്കെ മഞ്ഞൾ തേച്ച് കൊടുത്തുകൊണ്ടിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് സുകുമാരിയമ്മയും പ്രിയങ്കയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൽപ്പനയും ഉർവശി അവിടേക്ക് എത്തിയത്. അല്ല, ഇതെന്താ മുത്തശ്ശി ഇത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, അതെ, ഇതൊരു ചടങ്ങാ, ഗർഭിണികളായ പെൺകുട്ടികൾക്ക് നടത്തുന്ന ചടങ്ങ്. എൻ്റെ പ്രിയങ്കമ്മോളുടെ ഈ അവസ്ഥയിൽ ഇവിടെ ആർക്കും ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ആഗ്രഹമില്ലല്ലോ. എങ്കിലും ഈ ചടങ്ങ് എനിക്ക് നടത്താതിരിക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉർവശിയും കൽപ്പനയും പറഞ്ഞു, ആഹാ, അങ്ങനെയായിരുന്നെങ്കിൽ ഇക്കാര്യം ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നോ? ഞങ്ങളും ഇതിൽ പങ്കെടുക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതെന്താ, ഇപ്പൊ തന്നെ നമുക്കും ഇതിൽ പങ്കുചേരാമല്ലോ എന്ന് പറഞ്ഞ് കൽപ്പന വേഗം ആ മഞ്ഞളെടുത്ത് പ്രിയങ്കയുടെ മുഖത്ത് പുരട്ടാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് അതുവഴി പത്മിനി വരുന്നത് കണ്ടത്. അയ്യോ, ദേ അമ്മ വരുന്നു എന്ന് പറഞ്ഞ് കൽപ്പന വേഗം പിന്മാറുന്നത് കണ്ട് സുകുമാരി പറഞ്ഞു, ദേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അപ്പുറത്തേക്ക് മാറി നിൽക്ക്. ഈ കുടുംബത്തെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ടതും എന്തായാലും എൻ്റെ മോളുടെ അച്ഛനും അമ്മയും ഈ ചടങ്ങിന് കൂട്ടു നിൽക്കില്ല. ഭയത്തിൽ ഈ വരുന്ന പത്മിനിയും എൻ്റെ മോൾക്ക് അമ്മ തന്നെയാണല്ലോ. അതുകൊണ്ട് പത്മിനിയെ കൊണ്ട് ഈ ചടങ്ങ് ഞാൻ നടത്തിച്ചോളാം. നിങ്ങൾ തൽക്കാലം മാറി നിന്നോ, ഞാൻ അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സുകുമാരി അമ്മ ഉർവശിയെയും കൽപ്പനയും പറഞ്ഞയച്ചു. അവരപ്പുറത്ത് നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ സുകുമാരി അമ്മ നടത്തുന്ന പരിപാടി കണ്ട് പത്മിനി അരികിലേക്ക് എത്തി.
ഇതെന്താ സുകുമാരിയമ്മേ ഈ മഞ്ഞളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സുകുമാരിയമ്മ പറഞ്ഞു, അതെ പാവം എൻ്റെ മോൾക്ക് അവളുടെ ദേഹത്തൊക്കെ ചൊറിച്ചിൽ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളുടെ ദേഹത്ത് കുറച്ച് മഞ്ഞൾ തേച്ച് കൊടുക്കാമെന്ന് ഞാൻ കരുതി. ദേഹത്ത് ഈ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് മഞ്ഞൾ പുരട്ടുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അത് കേട്ട് പത്മിനി ചോദിച്ചു, അതിനിപ്പോൾ ഈ മഞ്ഞൾ പുരട്ടേണ്ട കാര്യമുണ്ടോ? ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കൊണ്ടേ കാണിച്ചാൽ പോരെ, അതിനുള്ള മരുന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓ ഇനി ആശുപത്രിയിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്ക സുകുമാരിയമ്മയെ വിളിച്ചു, മുത്തശ്ശി ഇതാ ഇവിടെ ഇവിടെ ചൊറിയുന്നു എന്ന് പറഞ്ഞ് തൻ്റെ കൈ നീട്ടി കാണിച്ചു. സുകുമാരിയമ്മ അവിടെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സുകുമാരിയമ്മ ദേഹത്ത് മഞ്ഞൾ പുരട്ടുന്നതിനിടയിൽ പത്മിനിയോട് പറഞ്ഞു, എന്തായാലും പത്മിനി ഇവിടെ നിൽക്കുമല്ലേ, ദാ ഈ മഞ്ഞൾ ഒന്ന് എൻ്റെ മോളുടെ ദേഹത്തൊന്ന് പുരട്ടി കൊടുക്കേ, ഞാൻ പോയി അവളെ ഒന്ന് കുളിപ്പിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാം. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, അത് സാരമില്ല, സുകുമാരിയമ്മ ഇത് പുരട്ടിക്കോ, ഞാൻ പോയി ചൂടുവെള്ളം വെച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ സുകുമാരി ചോദിച്ചു, ഓ അങ്ങനെ പോലെ ഈ കൊച്ചിന് ദേഹത്തൊന്നും തൊടാൻ പത്മിനിക്ക് പറ്റത്തില്ല അല്ലേ? ഒന്നും അല്ലെങ്കിലും പത്മിനി നിലവിളക്ക് കൊടുത്ത് പത്മിനിയുടെ മരുമകളായി ഈ വീട്ടിലേക്ക് സ്വീകരിച്ച പെൺകുട്ടിയല്ലേ ഈ ഇരിക്കുന്നത്, എന്നിട്ടും അതിനോട് ഒരല്പം ദയ പോലും ഇല്ലല്ലോ. അല്ലെങ്കിലും അവൾക്ക് വേണ്ട വിധത്തിലുള്ള ആചാര കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടത്തുന്നില്ല. ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും നടത്തുന്നില്ല. എന്തായാലും ആ പാവത്തിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അത് നിങ്ങളുടെ മകന്റെ കുഞ്ഞല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത്. ഒന്നും അല്ലെങ്കിൽ ഈ ചടങ്ങുകൾ നടത്തിയാലേ ഉള്ളൂ ആ കുഞ്ഞിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവുള്ളൂ. അല്ലെങ്കിലും ഒരു പൊട്ടിപ്പെണ്ണിൻ്റെ കയ്യിലേ അതുപോലെ തന്നെ ഒരു കൊച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കെന്ത് വിഷമാ, ആർക്കെന്ത് ഛേദാ ഉള്ളത്. അല്ലെങ്കിലും എൻ്റെ മോളുടെ വിധി ഇതൊക്കെയാണല്ലോ. സാരമില്ല, ഒരു അമ്മയെ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതെങ്കിലും അമ്മയ്ക്ക് മകളെ വേണ്ട, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ സുകുമാരിയമ്മ ആകെ സെന്റിമെന്റ്സ് അടിക്കുന്നത് കണ്ട് പത്മിനിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഉടനെ പത്മിനി പറഞ്ഞു, സുകുമാരിയമ്മ അതിങ്ങ് തന്നേക്ക്, ഞാൻ പുരട്ടാം. അങ്ങനെ സുകുമാരിയമ്മയുടെ കയ്യിൽ നിന്ന് ആ മഞ്ഞൾ വാങ്ങിച്ച് പത്മിനി പുരട്ടാമെന്ന് വാക്ക് നൽകി. സുകുമാരിയമ്മ പ്രിയങ്കയോട് പറഞ്ഞു, അതെ മുത്തശ്ശി ഇപ്പോൾ വരാം, വെള്ളം അടുപ്പ് വെച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ് അവിടുന്ന് സുകുമാരി കിച്ചണിലേക്ക് പോയി. പത്മിനി ഈ സമയത്ത് പ്രിയങ്കയുടെ കയ്യിലൊക്കെ ആ മഞ്ഞൾ പുരട്ടി കൊടുക്കുന്നു. ഈ കാഴ്ച കണ്ട് ഉർവശിയും കൽപ്പനയും അപ്പുറത്ത് മാറി നിന്ന് ആസ്വദിച്ചു. അങ്ങനെ പത്മിനി കയ്യിലൊക്കെ മഞ്ഞൾ പുരട്ടി കൊടുക്കുന്ന കാഴ്ച കണ്ടാണ് അവിടേക്ക് മുത്തശ്ശി എത്തിയത്. ജയഭാരതി മുത്തശ്ശി ഒന്ന് ചോദിച്ചു, എന്താ പത്മിനി കാണിക്കുന്നത്, ഇതെന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പത്മിനി പറഞ്ഞു, അമ്മേ പ്രിയങ്കയുടെ ദേഹത്തൊക്കെ ചൊറിച്ചിൽ പോകുന്നെന്ന് സുകുമാരി അമ്മ പറഞ്ഞു, അതുകൊണ്ട് മഞ്ഞൾ പുരട്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പത്നി നിനക്ക് ബോധമൊന്നുമില്ലേ, നീ ഇപ്പം നടത്തുന്നത് ഒരു ചടങ്ങാണ്. ഗർഭിണിയായ മരുമകളുടെ ദേഹത്ത് മഞ്ഞൾ പുരട്ടി കൊടുക്കുന്നു. ആ ചടങ്ങാ, അതായത് ഫലത്തിൽ നീ ഇവളെ നിന്റെ മരുമകളായി അംഗീകരിച്ചതിന്റെ ചടങ്ങായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നെന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞത് കേട്ട് പത്മിനി ആകെ ഞെട്ടി. പെട്ടെന്ന് പത്മിനി ദേഷ്യത്തോടെ പ്രിയങ്കയുടെ കൈ മാറ്റി ദേഷ്യത്തോടെ ഒന്ന് പ്രിയങ്കയെ നോക്കി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, പത്മിനി നിന്നെ അവർ ബോധപൂർവം പറ്റിച്ചതാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണോ അമ്മേ, അങ്ങനെയൊന്നും അല്ലമ്മേ എന്ന് പറഞ്ഞപ്പോ എന്താണേലും ഇത് സുകുമാരി അമ്മയുടെ വക്രബുദ്ധി തന്നെയാ, അല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സുകുമാരിയമ്മ അവിടേക്ക് എത്തി. അതെ, അതിനിപ്പോ എന്താ ഛേദം, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതിൽ ഇവിടെ ആർക്കും താല്പര്യമില്ല. അപ്പൊ പിന്നെ എൻ്റെ മോൾക്ക് വേണ്ട ചടങ്ങുകൾ യഥാവിധം നടത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും പോംവഴികളൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്നിരിക്കുമെന്ന് സുകുമാരിയമ്മ ശബ്ദമുയർത്തിക്കൊണ്ട് വന്നപ്പോൾ ഉർവശിയും കൽപ്പനയും കൂടി അവിടേക്ക് എത്തി. എന്തു പറ്റി മുത്തശ്ശിയെന്ന് ചോദിച്ചതും സുകുമാരിയമ്മ പറഞ്ഞു, നിങ്ങൾ കേൾക്കണം പിള്ളേരെ, എൻ്റെ പ്രിയങ്ക മോൾക്ക് മഞ്ഞൾ പുരട്ടി കൊടുക്കാനായിട്ട് പത്മിനി തയ്യാറായപ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രശ്നം. സത്യത്തിലേ എൻ്റെ പ്രിയങ്ക മോളുടെ ദേഹത്ത് മഞ്ഞൾ പുരട്ടേണ്ട ചടങ്ങ് നടത്തേണ്ടതല്ലേ, അതേ രവിജനയും നടത്തുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ഉർവശിയും കൽപ്പനയും ചോദിച്ചു, അല്ല ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയതിൽ എന്താ ഇപ്പോൾ പ്രശ്നമുള്ളത്? അല്ല പ്രിയങ്ക ഇപ്പോൾ ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് പ്രിയങ്കയുടെ ദേഹത്ത് ഈ മഞ്ഞൾ പുരട്ടിയത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുകുമാരി ഇത് കേട്ട് എന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, എന്നാലേ കുറച്ച് മഞ്ഞൾ ഉരുട്ടി കുഴച്ച് നിന്റെ വായിലിട്ടങ്ങ് വെച്ച് തരട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതങ്ങ് ആഘോഷം ആക്കിക്കോ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്നും നിങ്ങൾ എങ്ങനെ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം മറക്കണ്ട. രണ്ടുപേർക്കും ഈ കുടുംബത്തിലുള്ളവരെ ഏതെങ്കിലും വിധേന വേദനിപ്പിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായാലും പത്മിനി ഇങ്ങ് വന്നേ, ഇനി ഇവിടെ നിന്ന് ഈ പേക്കുതുകൾക്ക് കൂട്ടു നിൽക്കാനാണോ എന്ന് ചോദിച്ച്
പത്മിനിയെ ജയഭാരതി മുത്തശ്ശി വിളിച്ചതും ഉടനെ സുകുമാരിയമ്മയുടെ നേരെ തിരിഞ്ഞ് പത്മിനി പറഞ്ഞു, അതെ, ഏത് ചടങ്ങ് നടത്തുകയാണെങ്കിലും അത് മനസ്സറിഞ്ഞ് സന്തോഷപൂർവ്വം നടത്തണം. എന്നാലേ അതിന്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എന്നെ പറ്റിച്ചാണ് നിങ്ങൾ ഈ ഒരു ചടങ്ങ് നടത്താൻ ശ്രമിച്ചത്. അതിന്റെ ഒരു നന്മയോ ഒരു ആശീർവാദമോ ഇവളുടെ കുഞ്ഞിനോ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ജയഭാരതി മുത്തശ്ശിയും പത്മിനിയും കൂടി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഉർവശിയും കൽപ്പനയും സുകുമാരിയമ്മയോട് പറഞ്ഞു, കൊള്ളാം, എന്തായാലും മുത്തശ്ശിയുടെ ബുദ്ധി കൊള്ളാം. ഇത് ഒരിക്കലും സമ്മതിച്ചു തരാതിരിക്കാനാവില്ല. അമ്മയെ കൊണ്ട് ഈ ചടങ്ങ് നടത്തിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ സുകുമാരി പറഞ്ഞു, അതാടി മോളെ ഈ സുകുമാരി അമ്മയുടെ ബുദ്ധി. ഒരു കാര്യം തീരുമാനിച്ചാലേ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് സുകുമാരി അമ്മ താൻ വിജയിച്ചതിന്റെ അഹങ്കാരം കൽപ്പനയോടും ഉർവശിയോടും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. ഇനി വരുണിനെ കൊണ്ടും ഞാൻ ചില ചടങ്ങുകൾ നടത്തിക്കുമെന്ന് അങ്ങനെ പറഞ്ഞ് സുകുമാരിയമ്മ നിന്നു. അപ്പോഴാണ് പുറത്ത് ചെടികളൊക്കെ നനച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു കാറ് വന്നു നിന്നും രാധിക വേഗം അതാരാണെന്ന് അറിയാൻ അടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹം ഉടനെ രാധികയോട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് മോളെ. അല്ല, ഇവിടെ പരമേശ്വരൻ സാറല്ലേ? മോൾക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ സംശയപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ധർമ്മജൻ, ഓഫീസിലെ മാനേജറായിരുന്നു എന്ന് പറഞ്ഞു. ഓ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അച്ഛനും വരുണും ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് കയറി. അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ചതും പരമേശ്വരൻ വാതിക്കലേക്ക് എത്തി. ആഹാ, ധർമ്മജൻ വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് ഉടനെ ധർമ്മജനോട് സംസാരിച്ചു. അപ്പോഴേക്കും വരുണിനെ വിളിച്ചുകൊണ്ട് വരാൻ രാധികയോട് പരമേശ്വരൻ പറഞ്ഞയച്ചു. വരുണിനെ വിളിക്കാനായി രാധിക പോയ സമയത്ത് ധർമ്മജൻ പറഞ്ഞു, സാറേ, സത്യത്തിൽ ഇങ്ങനെയൊരു റിട്ടയർമെന്റ് നേരത്തെ എടുത്തത് അത് ശരിയായില്ല. സത്യത്തിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായി മാറിയിരിക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, എടോ, ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് താൻ റിട്ടയർമെന്റ് എടുക്കണ്ട എന്ന്. അന്നേരം തനിക്കല്ലായിരുന്നു നിർബന്ധം ഇനി പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കണമെന്നും അതുകൊണ്ട് മാറി നിൽക്കണം എന്നൊക്കെ. എന്നിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുവാണെന്ന് ചോദിച്ചപ്പോൾ ധർമ്മജൻ പറഞ്ഞു, സാറേ, എനിക്കറിയാം സാറിൻ്റെ കമ്പനിക്ക് വേണ്ടി എത്ര വർഷക്കാലം വർക്ക് ചെയ്തതാണ് ഞാൻ. അതുകൊണ്ട് സാറിൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ കൈപ്പറ്റുന്നുമുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ കമ്പനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്നെക്കായാലും എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ ടാലൻറ്റഡും ആയിട്ടുള്ള ആളുകളാണ് ഇനി ആ പോസ്റ്റിലേക്ക് ഇരിക്കേണ്ടത്. അപ്പോഴേക്കും വരുണും അവിടേക്ക് എത്തി. അല്ല വരുൺ, എന്തായി നമ്മുടെ മാനേജർ പോസ്റ്റിലേക്കുള്ള നിയമനം എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും സാറിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ഒരാളെ തന്നെയായിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്യുക. പ്രായം കൊണ്ട് കുറവാണെങ്കിലും സാറിൻ്റെ പിൻഗാമി എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ തന്നെ ഞാൻ എടുക്കൂ എന്നറിയിച്ചു. അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അടുത്ത് നിന്ന് രാധികയെ നോക്കി വരുൺ പറഞ്ഞു, എടോ, തനിക്ക് എന്താടോ നമ്മുടെ മാനേജർ പോസ്റ്റിലേക്ക് എടുക്കുന്ന ആളെക്കുറിച്ചുള്ള തൻ്റെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, അയ്യോ വരുൺ, ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പനി കാര്യങ്ങളൊന്നും എന്നെ ഉൾപ്പെടുത്തണ്ട എന്ന്. എനിക്കതിലൊന്നും അഭിപ്രായം പറയാൻ അറിയില്ല. അതെ, അച്ഛനും വരുണും പിന്നെ നമ്മുടെ മുൻ മാനേജറും കൂടി തീരുമാനം എടുക്കുന്നതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനുള്ളത്? അല്ലെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് പോലും ശരിയല്ല എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറഞ്ഞു, എടോ, ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓഫീസ് കാര്യങ്ങളിൽ കൂടി തൻ്റെതായ വ്യക്തിമുദ്രയെ പതിപ്പിക്കണമെന്ന്. തനിക്കും അതിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ധർമ്മജൻ പറഞ്ഞു, വരുൺ, നമ്മൾ ഓഫീസിലേക്ക് എടുക്കുന്ന ആള് എന്തായാലും അവരുടെ വേറെ ബോർഡ്സ് കൂടി കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം. കാരണം ഇന്നത്തെ കാലത്ത് പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ പോസ്റ്റിലേക്ക് ഒരു അപ്പോയിൻമെന്റ് നടത്താനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, സർ, എന്തായാലും ധർമ്മജൻ സാറിന്റെ പിൻഗാമി എന്ന് പ്രായം കൊണ്ട് കുറവാണെങ്കിലും ടാലന്റ് കൊണ്ട് സാറിന്റെ പിൻഗാമി എന്ന് പറയത്തക്ക സ്വഭാവമുള്ള അത്രയ്ക്കും വെൽ എഡ്യൂക്കേറ്റഡും എഫിഷ്യൻറ്റും ആയിട്ടുള്ള ആളെ തന്നെയായിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് വരുൺ അറിയിക്കുന്നു. ഉടനെ ധർമ്മജൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ സാർ എന്ന് പറഞ്ഞതും ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പരമേശ്വരൻ ധർമ്മജനെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പോയതും ധർമ്മജനെ കുറിച്ച് പരമേശ്വരൻ പറഞ്ഞു, ഇത്രയും വർഷക്കാലം നമ്മുടെ കമ്പനിക്ക് ഒരു അത്താണിയായിരുന്നു ധർമ്മജൻ. ഇതുപോലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാനേജറെ ഇനി കണ്ടെത്തുക എന്നതെന്ന് വളരെ ശ്രമകരമായിരിക്കുമെന്ന് പരമേശ്വരൻ അഭിപ്രായപ്പെടുമ്പോൾ വരുൺ പറഞ്ഞു, എന്തായാലും അദ്ദേഹം നമ്മുടെ കമ്പനിക്ക് നൽകിയ സേവനം എന്ന് പറയുന്നത് അതൊരിക്കലും പറയാനോ അളക്കാനോ പറ്റുന്ന ഒന്നല്ല. അത്രയ്ക്കും നല്ല ടാലന്റഡ് ആയിരുന്നു അദ്ദേഹം എന്നറിയിച്ചു. അതിനുശേഷം കണിമംഗലത്തെ ഡൈനിങ് ടേബിളിൽ പലഹാരങ്ങളൊക്കെ ഓരോ പ്ലേറ്റുകളിലായി നിരത്തി വെച്ചിരിക്കുന്നു. ഇത് കണ്ട് പ്രിയങ്ക അവിടേക്ക് എത്തി. ഇതെന്താ മുത്തശ്ശി ഇത് എന്ന് ചോദിച്ചപ്പോൾ സുകുമാരിയമ്മ പറഞ്ഞു, അതെ,
ആ വരുണിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം. അതെ, മോൾക്കുള്ളതാ ഇതെല്ലാം തന്നെ. പക്ഷേ ഇത് വരുണിനെ കൊണ്ടാണ് മോളെ ഞാൻ തീറ്റിക്കുക. നോക്കിക്കോ, അവനെ കൊണ്ട് തന്നെ മോൾക്ക് ഇത് ഞാൻ എടുത്തു തരും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കൽപ്പനയും ഉർവശിയും കൂടി അവിടേക്ക് എത്തി. ആഹാ, ഇതെന്താ മുത്തശ്ശി ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ, അതെ, ഈ ഒരു സമയത്തെ പെൺകുട്ടികൾക്ക് ഇതൊക്കെ കഴിക്കണം എന്നുള്ള മോഹം ഉണ്ടാവും. കൽപ്പന നിനക്കറിയത്തില്ല, പക്ഷേ ഉർവശിക്കറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞു. ഉർവശി പറഞ്ഞു, എൻ്റെ സുകുമാരിയമ്മേ, സുകുമാരിയമ്മ ഈ കാണിക്കുന്നതൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ? വരുണിനെ കൊണ്ട് ഈ ഭക്ഷണമൊക്കെ ഇവിടെ തീറ്റിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞതും, നിങ്ങൾ നോക്കിക്കോ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇത് വരുണിനെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയങ്ക മോൾക്ക് കൊടുപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ വരുണിൻ്റെ അധികം കൂടി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നത്. താഴെ പലഹാരം എല്ലാം നിരത്തി വെച്ച് എല്ലാവരും അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന കണ്ടതും വരുണിൻ്റെ അധികം അവിടേക്ക് എത്തി. എന്താ ഇത് എന്ന് വരുൺ ചോദിച്ചു. ഉടനെ അവിടേക്ക് മുത്തശ്ശിയും പത്മിനിയും കൂടി വന്നപ്പോൾ വരുൺ ചോദിച്ചു, എന്താ അമ്മ ഇത്? ഇവിടെ ഭക്ഷണം കഴിക്കാനായി വരുന്ന നേരത്ത് ഇത്തരം പേക്കൂത്തുകളൊക്കെ ഇവിടെ കാണാനായിട്ട് അമ്മയ്ക്ക് ഇതൊന്ന് നിയന്ത്രിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, എടാ മോനെ, നീ വലിയ രോഷം കൊള്ളുകയൊന്നും വേണ്ട. ഇതൊരു ചെറിയ ചടങ്ങ് മാത്രാ. ഇതിലേതെങ്കിലും ഒരു പലഹാരം എടുത്ത് അവളുടെ വായിലൊന്ന് വെച്ചു കൊടുക്ക്. അവളുടെ ഭർത്താവിന്റെ കൈ കൊണ്ട് അവളൊന്ന് കഴിക്കട്ടെ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവളുടെ ഒരാഗ്രഹമല്ലേ എന്നൊക്കെ സുകുമാരിയെ പറഞ്ഞു. ഒന്നുമല്ലെങ്കിലും നിന്റെ കുഞ്ഞാണ് നീ അംഗീകരിക്കുന്നില്ലെങ്കിലും അതിന്റെ സത്യാവസ്ഥ മറ്റെല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ വരുൺ പറഞ്ഞു, ദേ രണ്ടെണ്ണത്തിനെയും കൂടെ പിടിച്ചു വലിച്ച് ഞാൻ പലയിടത്തും എടുത്ത് എറിയും കേട്ടോ എന്ന് പറഞ്ഞപ്പോ പത്മിനി പറഞ്ഞു, ദേ സുകുമാരിയമ്മേ, വെറുതെ എന്റെ മോനെ അപമാനിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണ്ട. എന്തായാലും നിങ്ങൾ ഈ ചെയ്യുന്നുവെന്നും ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞു. ഉടനെ പ്രിയങ്ക പറഞ്ഞു, വരുൺ ചേട്ടാ, എനിക്കിത് ഈ പലഹാരം ഒത്തിരി ഇഷ്ടമാണ്. ഇതൊന്ന് എനിക്ക് എടുത്തു തരുമോ എന്ന് ചോദിച്ച്, ഇത് മതി, ഇതെടുത്തു തരണേ എന്ന് പ്രിയങ്ക പറയുമ്പോഴേക്കും ജയഭാരത് മുത്തശ്ശി പറഞ്ഞു, ദേ സുകുമാരിയമ്മേ, മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയെ വിളിച്ചുകൊടുന്ന് മാറുന്നുണ്ടോ? അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജയഭാരതി മുത്തശ്ശി പറയുമ്പോഴേക്കും സുകുമാരിയമ്മ പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇതേ ഞാൻ പരാതിപ്പെടാനൊന്നും നിങ്ങളുടെ ആരുടെ അടുത്ത് വരില്ല. പരാതി പറയാൻ പോകുന്നത് വേറെ സ്ഥലമുണ്ടല്ലോ, എനിക്ക് അവിടെ പോയി പറയാനും അറിയാം. ഞാൻ അവിടെ പോയി പറയുകയും ചെയ്യും, അതല്ലേ നല്ലത് എന്നിങ്ങനെ സുകുമാരി അമ്മ പറഞ്ഞു. അപ്പോഴേക്കും വരുൺ ആ കരുതുള്ളി ഇവരെ ഞാനെന്നൊന്ന് പറഞ്ഞ് സുകുമാരി അമ്മയും പ്രിയങ്കയും ആ പലഹാരം എല്ലാം കൂടി അവരുടെ ദേഹത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങുമ്പോഴേക്കും രാധികയും ജയഭാരതി മുത്തശ്ശിയും കൂടി വരുണിനെ മാറ്റി നിർത്തുന്നു. പിന്നെ സുകുമാരിയമ്മ ചോദിച്ചു, എന്താടാ നിനക്ക് ഞങ്ങളെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? കൊല്ലടാ എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ വരുണിന് നേരെ വെല്ലുവിളി ഉയർത്തുന്നു. ഉടനെ വരുൺ പ്രിയങ്കയെയും സുകുമാരിയമ്മയും ഇന്ന് തന്നെ താൻ തീർക്കുമെന്നുള്ള വാശിയിൽ കലിയോടെ വരുൺ അങ്ങനെ നിൽക്കുമ്പോഴേക്കും സുകുമാരിയമ്മ വെല്ലുവിളി ഉയർത്തി വരുണിന് നേരെ ചെല്ലുകയാണ്. അതെ, നീ ഓരോന്നെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോ നീ എന്തായി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം താൻ ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ സുകുമാരിയമ്മ വെല്ലുവിളി ഉയർത്തി നിൽക്കുമ്പോഴേക്കും രാധികയ്ക്ക് വല്ലാത്ത ദേഷ്യമാവുന്നു. ഉടനെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ടെന്ന് മനസ്സിലാക്കിയ രാധിക വേഗം തന്നെ വരുണിനടുത്ത് നിന്ന് ആ കിച്ചണിലേക്ക് പോയി അവിടെ ഇരിക്കുന്ന ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് നേരെ സുകുമാരിയമ്മയുടെ നേരെ തിരിഞ്ഞു. അതെ, ഇവിടെ വരുണല്ല ആരെയും കൊല്ലാൻ പോകുന്നത് ഞാനാ, നിങ്ങളെ തന്നെ, മുത്തശ്ശിയെ തന്നെ. നിങ്ങളുടെ ഈ നാവാണല്ലോ, നിങ്ങളുടെ ഈ തലയാണല്ലോ ഇതിനെല്ലാത്തിനും പ്രശ്നം. നിങ്ങളുടെ ഈ കുരുട്ട് ബുദ്ധിയിൽ ഉദിക്കുന്നതല്ലേ ഇത്തരം പ്രവൃത്തികൾ. അപ്പോൾ നിങ്ങളെ തീർത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് പറഞ്ഞ് കത്തിയുമായി സുകുമാരിയമ്മയ്ക്ക് അരികിലേക്ക് പാഞ്ഞെടുത്തു. സുകുമാരിയമ്മയുടെ കഴുത്തിന് ആ കത്തി വെച്ചുകൊണ്ട് രാധിക നിൽക്കുന്നത് കണ്ട് സുകുമാരിയമ്മ ഭയത്തോടെ പറഞ്ഞു, മോളെ, നീ കത്തി മാറ്റി വെക്ക്, ഞാനല്ലേ പറയുന്നത് എന്ന് പേടിച്ചുകൊണ്ട് പറയുമ്പോൾ ഒടുവിൽ സുകുമാരിയമ്മ ശരിക്കും ഭയം നിൽക്കുന്നതുകൊണ്ട് പ്രിയങ്കയെയും സുകുമാരിയമ്മയും രാധിക എന്തെങ്കിലും ചെയ്തേക്കുമെന്ന് ആ സത്യം ബോധ്യമായ സുകുമാരിയമ്മ വേഗം പ്രിയങ്കയും വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന പലഹാരവും എടുത്ത് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നു. അപ്പോഴാണ് രാധിക വേഗം കൽപ്പനയുടെയും ഉർവശിയുടെയും നേരെ തിരിഞ്ഞത്. ഇനി ഏട്ടത്തിക്കോ ചെറിയമ്മയ്ക്കോ എന്തേലും വെല്ലുവിളി ഉണ്ടെങ്കിൽ ഞാനത് തീർത്തു തരാമെന്ന് പറഞ്ഞ് കത്തിയുമായി അവർക്ക് നേരെ തിരിഞ്ഞതും അവരും ഭയപ്പെട്ട് രാധികയുടെ ആ ഭാവം കണ്ട് പേടിച്ചരണ്ട് രക്ഷപ്പെട്ട് തന്റെ റൂമുകളിലേക്ക് മടങ്ങി.